So in the last class, we discussed the problems like finding the domain of the function, etc. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഒരു ഫംഗ്ഷന്റെ ഡൊമെയിൻ എഴുതുന്ന മെത്തേഡ് ആയിരുന്നു. അതിന്റെ പ്രോബ്ലംസ് ആണ് ഈ ലാസ്റ്റ് നമ്മൾ ചെയ്ത് നിർത്തിയത്. ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഈ പാർട്ട് ഇവിടെയാണ് നമ്മൾ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് അതിന്റെ ബാക്കിയുള്ള രണ്ട് പ്രോബ്ലം കൂടെ ചെയ്തതിന് ശേഷം അടുത്ത ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. സോ ഹിയർ ഓൾസോ വി ഹാവ് ടു ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ. The function is f of x equal to x cube plus 1 divided by x into square root of x square minus 1. ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം ഇതുപോലെ പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് ചെയ്തു. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല എന്ന് നമുക്കറിയാം. സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയുള്ള എലമെന്റ്സ് മാത്രമേ പാടുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പൊ അത് നമുക്ക് ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാം. സോ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഈ പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ ഒന്ന് എക്സ് 0 ആയാൽ മതി, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1 0 ആയാൽ മതി. എന്തെല്ലാം പോസിബിലിറ്റീസ് വരും? എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവണമെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു എന്തെല്ലാം ആയിരിക്കണം? എനിബഡി? എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അതല്ല, എപ്പോഴേക്കാണ് അത് 0 ആയിട്ട് മാറുക? എക്സിന് ഏതെല്ലാം വാല്യൂസ് കൊടുക്കുമ്പോഴാണ് ഈ പ്രോഡക്റ്റ് 0 ആവുക? 0 കൊടുക്കാം, 1 കൊടുക്കാം, -1 കൊടുക്കാം അല്ലെ. ഇത്രയും നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് 0 ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. അതുകൊണ്ട് എക്സ് നോട്ട് ഈക്വൽ ടു 0, 1, -1. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇവിടെ വെച്ച് നമുക്ക് നിർത്താനാവില്ല. നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമുക്കുണ്ട്. സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. So we have this x square minus 1 should be greater than or equal to 0. അതിൽ ഈക്വൽ ടു 0 ആവാൻ പാടില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം എന്ന് കൂടെ നമുക്ക് പറയാം. അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അതാണിത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. നമ്മൾ മുമ്പ് ചെയ്ത പോലെ രണ്ട് കേസായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഫസ്റ്റ് കേസിൽ എക്സ് മൈനസ് 1ഉം പോസിറ്റീവ് ആവുക, എക്സ് പ്ലസ് 1ഉം പോസിറ്റീവ് ആവാം. ആ കേസിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം ആദ്യം. സോ വാട്ട് ഹാപ്പൻസ്? എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം, ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ -1ഉം ആയിരിക്കണം. നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുന്നു. അതിൽ 1 ഇവിടെ ഉണ്ട്, -1 സംവെയർ ഹിയർ. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുക, എക്സ് ഗ്രേറ്റർ ദാൻ -1 ആവുക. ഇത് രണ്ടും കൂടെ സംഭവിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ 1 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ പോകുന്ന പാർട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ കണ്ടീഷൻ, ഇതാണ് നമ്മുടെ കേസ് 2 പ്രകാരം നമുക്ക് വന്നിട്ടുള്ളത്. ഒരു കേസ് കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. എക്സ് രണ്ടും നെഗറ്റീവ് ആവാം. ഈ പ്രൊഡക്റ്റ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ആവണമെങ്കിൽ എക്സ് മൈനസ് 1ഉം നെഗറ്റീവ് ആവുക, എക്സ് പ്ലസ് 1ഉം നെഗറ്റീവ് ആവുക. അപ്പൊ എന്ത് സംഭവിക്കാം? എക്സ് ലെസ് ദാൻ 1ഉം ആവണം, എക്സ് ലെസ് ദാൻ -1ഉം ആവണം. Again നമ്മൾ നമ്പർ ലൈൻ വരച്ചു. ഹിയർ ഇറ്റ് ഈസ് 1, ഹിയർ ഇറ്റ് ഈസ് -1. എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ഈ പാർട്ടാണ് വരിക. എക്സ് ലെസ് ദാൻ -1 എന്ന് പറയുമ്പോൾ ഈ പാർട്ട് വരും. കോമൺ ആയിട്ട് വരുന്നത് -∞ മുതൽ -1 വരെയുള്ള പാർട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കേസ് ആയിട്ട് പരിഗണിച്ചു. ഈ രണ്ട് കേസിലുള്ള എലമെന്റ്സ് നമുക്കറിയാം. അതിന് മുമ്പേ നമ്മൾ എഴുതി വെച്ചിരുന്നു എക്സ് നോട്ട് ഈക്വൽ ടു 0, 1, -1 ആയിരിക്കണം. ഇനി നമുക്ക് ഡൊമെയിനിൽ നമ്പർ ലൈന് വരച്ച ശേഷം ഡൊമെയിൻ കണ്ടുപിടിക്കാനായി ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് വെക്കുകയാണ്. 0, ഹിയർ ഇറ്റ് ഇസ് 1, ദെൻ -1. അതിൽ ഏതെല്ലാം പോയിന്റ്സ് പാടില്ല? 0 എന്ന് പറഞ്ഞ പോയിന്റ് പാടില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു റൗണ്ട് വരച്ച് വെക്കാം, ഹോളോ റൗണ്ട് വരയ്ക്കാം. 1 പാടില്ല, -1ഉം പാടില്ല. ഇനി നമുക്ക് വരാവുന്ന പാർട്ട് ഏതൊക്കെയാണ്? ഈ ഫസ്റ്റ് കേസ് പ്രകാരം നമ്മൾ പറഞ്ഞത് 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഭാഗം നമുക്ക് വരാം. അതായത് ഈ 1 to ഇൻഫിനിറ്റി വരുന്ന പോർഷൻ നമുക്ക് ഡൊമെയിനിൽ വരുന്ന ഭാഗമാണ്. രണ്ടാമത്തെ കേസ് പ്രകാരം -∞ മുതൽ -1 വരെയുള്ള പാർട്ട്, ഈ പാർട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെഫ്റ്റിലേക്കുള്ള പാർട്ടാണ്. സോ -∞ മുതൽ -1 വരെയുള്ള പാർട്ട് നമുക്ക് വരാം. സോ ഈ ഭാഗവും വരാം. ഓക്കെ, സോ ഇതെല്ലാം കൂടെ നോക്കിയാൽ ഈ -1 വരാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 0 വരാൻ പാടില്ല നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ -1നും 0ക്കും ഇടയ്ക്കുള്ള ഒരു പോർഷനും ആക്ച്വലി നമുക്ക് വരാൻ പറ്റില്ല. സോ ഹിയർ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു -∞ ഓപ്പൺ -1, -1 ഉൾപ്പെടുത്താൻ പാടില്ല, യൂണിയൻ 1 ഇൻഫിനിറ്റി. സോ ദിസ് ഈസ് ദ ഡൊമെയിൻ ഓഫ് ദ given function. Now next problem, f of x equal to 1 divided by square root of mod x minus x.
മോഡുലസ് ഫംഗ്ഷൻ വരുന്നതായതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചത്. സോ ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. പക്ഷെ ഡിനോമിനേറ്റർ സ്ക്വയർ റൂട്ടിന് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആയിരിക്കണം. 0 ആവാനും പാടില്ല, നെഗറ്റീവ് ആവാൻ പാടില്ല. ഓക്കെ, സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഹിയർ mod x minus x should be strictly greater than 0. ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. സോ ദാറ്റ് ഇസ് mod x should be greater than x. ഇങ്ങനെയാണ് നമുക്ക് കണ്ടീഷൻ കിട്ടിയിട്ടുള്ളത്. mod x greater than x. അത് വരുന്ന ഭാഗം നമ്പർ ലൈനിൽ എവിടെയാണ് വരിക? നമ്മൾ വെറുതെ ഒരു എക്സാമ്പിൾ വെച്ച് കുറച്ച് നമുക്ക് ചെയ്ത് നോക്കാം. 0 ആണെന്ന് വിചാരിക്കാം. x ഈക്വൽ 0 നമ്മൾ എടുത്തു. ഈ കണ്ടീഷൻ പ്രകാരം ഇത് ശരിയാവുമോ? എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഡൊമെയിനിൽ നമുക്ക് 0 ഇടാൻ പാടുണ്ടോ എന്നാണ് ആദ്യം അറിയേണ്ടത്. പറ്റില്ല, കാരണം 0 കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ mod 0 0 ആണ്. -0 ചെയ്താൽ ഡിനോമിനേറ്റർ മൊത്തം 0 ആയി മാറും. സോ ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ്. സോ നമ്മളെ ഡൊമെയിനിൽ എന്തില്ല? 0 എന്ന പോയിന്റ് ഇല്ല എന്ന് നമുക്ക് ആദ്യമേ മനസ്സിലായി. അപ്പൊ നമ്മൾ അവിടെ ഒരു റൗണ്ട് ഇട്ട് വെച്ചു. ആ ഭാഗം നമ്മൾ ഉൾപ്പെടുക. 0 എന്ന പോയിന്റ് നമ്മൾ ഡൊമെയിനിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഇനി ഞാൻ 1 എന്ന ഒരു പോയിന്റ് ഉണ്ടാവാൻ പറ്റുമോ നോക്കാൻ പോവാണ്. 1 എന്ന പോയിന്റ് ഡൊമെയിനിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? മോഡുലസ് ഓഫ് 1 എടുത്താൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഇസ് ഇറ്റ് ട്രൂ? ഇത് ശരിയാവോ? മോഡ് 1 ഗ്രേറ്റർ ദാൻ 1 അല്ല, ശരിയാവില്ല. കാരണം മോഡ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 ഈക്വൽ ടു 1 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി മോഡ് 1 എടുക്കാൻ പറ്റില്ല. മോഡ് 2 എടുത്താൽ മോഡ് 2 ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. മോഡ് 3 ഈസ് ഗ്രേറ്റർ ദാൻ 3. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. അതായത് 0ന്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഒരു പോയിന്റും ശരിക്കും ഡൊമെയിനിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ നെഗറ്റീവ് പാർട്ട് വന്നാൽ അത് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാം. അതായത് ഇവിടെ -1 എന്ന പോയിന്റ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? മോഡുലസ് ഓഫ് -1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ -1. Okay, mod -1 is greater than -1. What is mod -1? It is 1 itself. Okay, 1 is greater than -1. Is it true? Yes. Yes, ശരിയാണ്. 1 is greater than -1. ഇനി നമ്മൾ -2 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ mod -2 is greater than -2 എന്നാണ് വരേണ്ടത്. അതായത് 2 greater than -2 എന്ന് വരും. അത് ശരിയാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ കാണുന്ന നമ്പർ ലൈനിന്റെ 0ന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഏതൊരു നെഗറ്റീവ് ഇൻഡിജർ കൊടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഹിയർ ദ ഡൊമെയിൻ D ഈക്വൽ ടു -∞, 0 അപ് ടു 0 മാത്രമേ ഇടാൻ പാടുള്ളൂ. 0 ഉള്ള പോയിന്റ് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ഇന്റർവെൽ 0 ആക്കിയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ, സോ -∞ to 0 ആയിരിക്കണം നമ്മളെ ഡൊമെയിൻ വരുന്നത്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എക്സിന് -5 സംതിങ് കൊടുത്തു എന്ന് വിചാരിക്കാം. സോ മോഡ് -5 ചെയ്ത് കഴിഞ്ഞാൽ +5 ആയി മാറും. സോ 5 - -5 എന്ന് പറയുമ്പോൾ 10. ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ വരിക. സോ ദർ ഇസ് നോ പ്രോബ്ലം. സോ ഹിയർ ദ ഡൊമെയിൻ ഇസ് -∞ to 0, ഓപ്പൺ ഇന്റർവെൽ 0. ശ്രീഷ്മ ചോദിക്കുന്നുണ്ടായിരുന്നു നെഗറ്റീവ് എടുത്താൽ പോരെയാണ്. യെസ്, ഇറ്റ്സ് അപ്പോൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് ഇവിടെ ഡൊമെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള 2 പ്രോബ്ലം കണ്ടപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇത് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ചെയ്ത പാർട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്ത് നോക്കിയതെല്ലാം നിങ്ങൾ സൈഡിൽ വർക്കിംഗ് കോളത്തിൽ എഴുതിയാൽ മതി. ആൻസർ മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഈ കണ്ടീഷൻ എഴുതാം, mod x greater than x എന്ന കണ്ടീഷൻ എഴുതാം. therefore ഡൊമെയിൻ ഈക്വൽ ടു ദിസ് 1 എന്ന് എഴുതി വെച്ചാൽ മതിയാവും. ഇനി വേണമെങ്കിൽ mod x പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് mod x എന്താണെന്ന് കൂടെ എഴുതിയാൽ നന്നായിരിക്കും. mod x equal to x if x greater than or equal to 0 and -x if x less than 0. ഈ ഡെഫിനിഷൻ അവിടെ എഴുതി വെക്കാം. therefore ഡൊമെയിൻ ഈക്വൽ ടു ദിസ് 1 എന്ന് പറഞ്ഞ് അവിടെ കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ചെയ്തു നോക്കുന്ന ഈ പാർട്ട് എല്ലാം തന്നെ സൈഡിലെ മാർക്സിന്റെ കാണിച്ചാൽ മതി. സോ ഈ ഒരു ഐഡിയ നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് തന്നെയായിരുന്നു. ഞാനൊരു കണ്ടിന്യൂഷന് വേണ്ടി അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പുതിയ കുറെ കോൺസെപ്റ്റ്സ് പഠിച്ചു. പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇനി ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിരുന്നാൽ ഒരു ഇക്വേഷൻ XY ഉൾപ്പെടുന്ന ഒരു റിലേഷന്റെ ഗ്രാഫ് തന്നിരുന്നാൽ അതൊരു ഫംഗ്ഷൻ ആവുമോ എന്ന് ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇറ്റ് ഇസ് കോൾഡ് ദ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്നായിരുന്നു അതിന്റെ പേര്. അതായത് നമ്മളൊരു ഗ്രാഫ്, ഫോർ എക്സാമ്പിൾ ഇതുപോലുള്ള ഒരു ഗ്രാഫ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രാഫാന്ന് വിചാരിക്കാം. സോ ഇത് ഒരു ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയണേ നമ്മൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു നോക്കാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്ട്രെയിറ്റ് ലൈന് നമ്മളെ തന്നിരിക്കുന്ന ഗ്രാഫിനെ 2 ഡിഫറെന്റ് പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
ദിസ് ഇസ് നോട്ട് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. അതേസമയം നമ്മളിവിടെ ഈ ഇങ്ങനെയുള്ള ഗ്രാഫ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഗ്രാഫിൽ നിങ്ങൾ ഏത് പോയിന്റിൽ എക്സിലുള്ള ഈ എക്സ് ആക്സിസിന്റെ മുകളിൽ ഏത് പോയിന്റിൽ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാലും ആ ലൈൻസ് ഗ്രാഫിനെ എക്സാക്ട്ലി ഒരു പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഗ്രാഫിന്റെ ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാറുള്ളത്. അതാണ് നമ്മൾ ഒരു കാര്യം പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡെഫിനിഷൻ ആയിരുന്നു ഈവൻ ആൻഡ് ഓഡ് ഫങ്ഷൻസ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈവൻ ആൻഡ് ഓഡ് ഫങ്ഷൻസ്. ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ തന്നിരുന്നാൽ എഫ് ഓഫ് നെഗറ്റീവ് എക്സ് കണ്ടാൽ എഫ് ഓഫ് എക്സ് തന്നെ ആൻസർ ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ ഈവൻ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് നെഗറ്റീവ് എക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് എക്സിന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. സോ -1 സ്ക്വയർ ഇസ് +1. സോ ഹിയർ ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ ഇറ്റ്സെൽഫ്. സോ എഫ് ഓഫ് എക്സും എഫ് ഓഫ് മൈനസ് എക്സും നമുക്ക് സെയിം ആയിട്ട് വന്നു. അത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് നെഗറ്റീവ് എക്സ് ചെയ്താൽ നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് ആൻസർ ലഭിക്കുന്നതെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ ഓഡ് ഫംഗ്ഷൻസ് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്കറിയാം എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ എഴുതണം? സൈൻ ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് എഴുതണം. സൈൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. സോ എഫ് ഓഫ് നെഗറ്റീവ് എക്സ് ചെയ്തപ്പോൾ നെഗറ്റീവ് എഫ് ഓഫ് എക്സ് എന്ന് ലഭിച്ചു. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഇത്തരം ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഓഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കാറുള്ളത്. ഈ ഒരു ഡെഫിനേഷൻ ആണ് നമ്മൾ പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത്. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് എന്നൊക്കെ പറയുന്നത് ഓഡ് ഫംഗ്ഷൻസ് ആണ്. കാരണം മൈനസ് എക്സിന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ വരുന്നത്? -1 ഇൻറ്റു എക്സ് ക്യൂബ് എന്നാണ് വരിക, മൈനസ് എക്സ് ക്യൂബ്. Okay, so that is equal to minus f of x എന്ന് നമുക്ക് പറയാം. So x cube is an odd function. x raised to 5 is an odd function. x ന്റെ ഈവൻ പവേഴ്സ് എല്ലാം തന്നെ ഈവൻ ഫംഗ്ഷൻസ് ആയിരിക്കും. x ന്റെ ഓഡ് പവേഴ്സ് എല്ലാം തന്നെ ഓഡ് ഫംഗ്ഷൻസ് ആയിരിക്കും. സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. കോസ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം നമുക്കറിയാം കോസ് ഓഫ് നെഗറ്റീവ് എക്സ് ഇസ് കോസസ് ഇറ്റ്സെൽഫ്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ആണ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് അതെല്ലാം ഉൾപ്പെടുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു ഗ്രാഫ്, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാകും, ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും എങ്ങനെയാണ് ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ പ്രോബ്ലം എഴുതിക്കോളൂ, ഈ ഒരു ഗ്രാഫ് വരയ്ക്കുകയും ചെയ്തോളൂ. refer to the graph of the function f given below. Find the points f of 0, then find the value of x for which f of x equal to 3 etc. ഇതിങ്ങനെ തന്നെ എഴുതിയെടുക്കുക പ്രോബ്ലംസ്. ഗ്രാഫ് വരച്ചു വയ്ക്കും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്സിലൂടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെ വരയ്ക്കണം. എന്താ പറഞ്ഞേ? ഓക്കെ, വരച്ചു എന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് പ്രോബ്ലം ഇസ്, നിങ്ങൾക്കത് ക്ലിയർ ആണല്ലോ അല്ലെ? വായിക്കാൻ പറ്റുന്നില്ലേ എഴുത്ത്? ഓക്കെ, സോ തന്നിരിക്കുന്ന ഗ്രാഫില് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് എഫ് ഓഫ് 0 എന്നാണ്. എഫ് ഓഫ് 0 മീൻസ് ദാറ്റ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എഫ് വെൻ എക്സ് ഈക്വൽ ടു 0. നമ്മൾ ഗ്രാഫിൽ നോക്കുക, എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ മുകളിൽ നമ്മൾ 0 എന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നു. എക്സ് 0 ആവുന്ന സമയത്ത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വൈ? വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അതിന്റെ ഗ്രാഫാണ് ഈ വരച്ച് വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്? എക്സ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് വൈ വാല്യൂ എന്താണ് വരുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വൈ എന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതായത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഇവിടെ 0 ആണ്, വൈ കോർഡിനേറ്റ് -2 ആണ്. ആ പോയിന്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കാണുന്നത്.
സോ ഹിയർ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് എഫ് ഓഫ് സീറോ എന്നാണ്. അതായത് എക്സ് സീറോ ആവുന്ന സമയത്ത് വൈ വാല്യൂ എന്താണ്? വൈ വാല്യൂ എന്താണ് വരുന്നത്? -2 ആണ് വരുന്നത്. സോ ഹിയർ എഫ് ഓഫ് സീറോ ഈക്വൽ ടു -2. ഗ്രാഫ് നോക്കി വെറുതെ ആൻസർ എഴുതാൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3. എഫ് ഓഫ് എക്സ് 3 ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പറയൂ ആരെങ്കിലും. എഫ് ഓഫ് എക്സ് 3 ആവുന്ന സമയത്ത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? 2 ആണോ മിസ്? 5 അല്ലേ? 2 ആണോ 5 ആണോ? 2 അല്ലേ മാം? 2 അല്ലേ? യാ, ഇറ്റ് ഈസ് 2. കാരണം നമ്മൾ എന്താ നോക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്നാണ് തന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പ്രോബ്ലത്തിൽ എന്താ തന്നത്? എക്സ് 0 ആവുന്ന സമയത്ത് വൈ വാല്യൂ കാണാൻ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ് ആക്സിസിന്റെ മുകളിൽ 0 ഫിക്സ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്താണ് നോക്കുന്നത്. ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ് തന്നിട്ടുള്ളത്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്, വൈ വാല്യൂ ആണ് തന്നിട്ടുള്ളത്, എക്സ് വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നല്ലേ പറഞ്ഞത്. സോ വൈ വാല്യൂ തരുന്ന സമയത്ത് നമ്മൾ വൈ ആക്സിസിന്റെ മുകളിൽ ആദ്യം തന്നെ 3 ഫിക്സ് ചെയ്തു. y 3 ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3യിൽ നിന്ന് നമ്മൾ ഗ്രാഫിലേക്ക് പെർപെൻഡിക്കുലർ നോക്കാം. സോ ഈ കാണുന്ന ഹൈറ്റ് ആണ് ഈ 3 എന്ന് പറഞ്ഞ ഹൈറ്റ് കാണുന്നത്. ആ സമയത്തുള്ള എക്സ് വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2. സോ വെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 2. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0? 1 ആണോ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് വരുന്നത്, എഫ് ഓഫ് എക്സ് 0 ആവുന്നവരെ വൈ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, വൈ വാല്യൂ ഫിക്സ് ചെയ്തിട്ട് ഗ്രാഫിലേക്ക് ഇതാ ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. അവിടെ വരുന്നത് 1 ആണ്. സോ എഫ് ഓഫ് എക്സ് 0 ആവുന്ന സമയത്ത് എക്സ് വാല്യൂ വരുന്നത് 1 ആണ്. ഓക്കെ, സോ ഹിയർ വെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1. നിബ ഒന്ന് പറഞ്ഞേ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, വേറൊരു പ്രോബ്ലം ചോദിക്കുകയാണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 6 ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? നിബ പറയാമോ? നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എഫ് ഓഫ് എക്സ് 6 ആവുന്ന സമയത്ത് എക്സിന്റെ വാല്യൂ എന്താണ്? 6 ആവുന്ന സമയത്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 6 ആണ്. 6 4 ആണ്. ഓക്കെ, ശരിയാണ്. എഫ് ഓഫ് എക്സ് 6 ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ 6 ഫിക്സ് ചെയ്തു, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫിലേക്കുള്ള പോയിന്റ് എടുത്തു, ഈ കാണുന്നത് അങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇവിടെ 4 ആണ് വരുന്നത്. സോ എക്സ് ഈക്വൽ ടു 4. വൺ മോർ പ്രോബ്ലം, എക്സ് ഈക്വൽ ടു 6 ആവുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? ഞാൻ ചോദിക്കാം, ശ്രുതി പറയൂ. ശ്രുതി പറഞ്ഞോളൂ. എക്സ് ഈക്വൽ ടു 6 ആവുന്ന സമയത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് വരും? 3 അല്ലേ മിസ്? നല്ലോണം ആലോചിച്ചിട്ട് പറയൂ. എക്സ് ഈക്വൽ ടു 6 ആണ്. എക്സ് ഈക്വൽ ടു 6 ആവാന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് 6ൽ കൊണ്ടേ ഫിക്സ് ചെയ്യണം. 4 ആണ് വരിക. എക്സ് ഫിക്സ് ചെയ്തു. എഫ് ഓഫ് എക്സ് കാണാൻ പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ് കാണേണ്ടത്, അതായത് 4 ആണ് വരുന്നത്. ഓക്കെ, ഈ കാണുന്ന ഹൈറ്റ് 4 ആണ്. ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് നോക്കിയിട്ട് പോയിന്റ്സ് തിരിച്ചറിയുന്നത്. ആ പ്രോബ്ലം ആണ് നമ്മൾ ഇപ്പൊ ഇത്രയും നേരം ചെയ്തത്. നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. Now we have to find the domain of f. ഒരു ഗ്രാഫ് നോക്കിയിട്ട് എങ്ങനെയാണ് ഫംഗ്ഷന്റെ ഡൊമെയിൻ കണ്ടുപിടിക്കുന്നത്? എന്താണ് ഡൊമെയിൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ഫംഗ്ഷന്റെ വാല്യൂസ് ഏത് പോയിന്റ് തൊട്ട് ഏത് പോയിന്റ് വരെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നതാണ് ഡൊമെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന ഗ്രാഫ് പ്രകാരം ആദ്യം എക്സിന്റെ വാല്യൂസ് ആണ്. ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സ് വാല്യൂസ് ആണ്, റേഞ്ച് എന്ന് പറയുന്നത് വൈ വാല്യൂസ് ആണ് എന്ന് ഓർക്കാം. സോ ഡൊമെയിൻ കാണണമെങ്കിൽ ഏതെല്ലാം എക്സ് വാല്യൂസിലാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത്? ഇവിടെ നോക്കിയാൽ 0 മുതൽ 0 ഉൾപ്പെടുന്നുണ്ട്, കാരണം ഇവിടെ ഏതാ ഡാർക്ക് സ്പോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, അത് 0 ഉൾപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത്. 0 ഉൾപ്പെടെ 6 വരെയാണ് ഈ ഗ്രാഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. 0ക്ക് മുമ്പും 6ന് ശേഷവും ഈ ഗ്രാഫ് എന്താണെന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. സോ ഹിയർ ദ ഗ്രാഫ് ഇസ് ഡിഫൈൻഡ് ഇൻ ദ ഇന്റർവൽ 0, 6. സോ ദ ഡൊമെയിൻ ഇസ് ക്ലോസ്ഡ് ഇന്റർവൽ 0, 6. എക്സ് ആക്സിസിന്റെ മുകളിലാണ് നമ്മൾ ഡൊമെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. ഗ്രാഫ് ഏത് പോയിന്റിന്റെ ഏത് സ്ട്രേറ്റ് ലൈൻസിന്റെ, അതായത് വെർട്ടിക്കൽ ലൈൻസിന്റെ ഉള്ളിലായിട്ടാണ് കിടക്കുന്നത് എന്ന് നോക്കിയാൽ മതി. അതിൽ ഈ പോയിന്റ് 0യും 6ഉം ഉൾപ്പെടുന്നുണ്ട്, കാരണം ഇവിടെ ഡാർക്ക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട്. അങ്ങനെയാണ് ഡൊമെയിൻ കണ്ടുപിടിക്കാം. ഇനി റേഞ്ച് കാണാനുള്ള വഴി എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷന്റെ ഇമേജ് ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ സെറ്റ് ആണ്.
അതിനുവേണ്ടി നമ്മൾ നോക്കുക, ഈ കാണുന്ന ഗ്രാഫ് മൊത്തമായിട്ട് ഈ വരച്ചിരിക്കുന്ന സാധനം y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏതെല്ലാം ലൈൻസിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്? എന്താണ് റേഞ്ച് വരിക ഈ കേസിൽ? എനിബഡി ആർക്കെങ്കിലും പറയാമോ? ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ത് വരും? -2 മുതൽ 6 വരെയാണോ? -2 മുതൽ ക്ലോസ്ഡ് ഇന്റർവെൽ 6 വരും. കാരണം ഈ ഫംഗ്ഷൻ നമ്മൾ y ആക്സിസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ -2 എന്ന് പറഞ്ഞേ y -2 എന്ന ലൈനും y 6ഉം, അതാണ് ഈ ലൈന് കാണുന്നത്. y 6 എന്ന് പറഞ്ഞ ലൈൻ, ആ രണ്ട് ലൈൻസിനുള്ളിലാണ് ഈ ഫംഗ്ഷൻ മൊത്തമായിട്ട് ഗ്രാഫ് കിടക്കുന്നത്. Therefore the range of the function is -2, 6, closed interval -2, 6. Okay. അതുപോലെ തന്നെയുള്ള ഒരു ഗ്രാഫും കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. ഈ ഗ്രാഫ് ഒന്ന് വരച്ചു വെച്ചോളൂ. y = f of x എന്ന ഗ്രാഫാണ് തന്നിരിക്കുന്നത്. Okay, so first we have to find f of 7. മുമ്പ് ചെയ്ത, ഇപ്പൊ നമ്മൾ ചെയ്ത അതേ ടൈപ്പാണ്. ആരെങ്കിലും ആൻസർ പറഞ്ഞോളൂ. f of 7 എന്ത് വരും? ഫസ്റ്റ് പ്രോബ്ലം. അമലില്ലേ മീറ്റിംഗില്? അമൽ, ക്ലാസ് ഓൺ ആക്കി വെച്ച് പോയിരിക്കുക. ഹലോ അമൽ. ഇല്ല, കശീത് ഓണാക്കി വെച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി തോന്നുന്നുണ്ട്. രഞ്ജൻ സ്ഥലത്തുണ്ടോ? രഞ്ജൻ? ഓക്കെ രഞ്ജൻ പറഞ്ഞോളൂ. f of 7 എന്ത് വരും വാല്യൂ? ഗ്രാഫ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ കറക്റ്റ് ആയിട്ട് പേര് വിളിച്ചാണ്ടില്ലേ? ഇത് എവിടെ പോയിരിക്കായിരുന്നു? രാവിലെ എഴുന്നേക്കാൻ നേരം വയ്ക്കോ? അല്ലല്ല, നേരം വൈകില്ല, ഞാൻ പുറത്തു പോയതായിരുന്നു. രാവിലെ ക്ലാസ്സിലുള്ളത് ഓർമ്മയില്ല? ഉണ്ട്, ഞാൻ പുറത്ത് പോയപ്പോ വരാൻ വൈകിയതാണ്, അർജന്റായിട്ട് പോയതായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. രശ്മി പറയൂന്നാല്. രശ്മി, f of 7 എന്ത് വരും? രശ്മി? 3 ആണ് മിസ്. f of 7 = 3. ഈ കാണുന്ന ഹൈറ്റ് ഇറ്റ്സ് ഈക്വൽ ടു 3. Now next problem is find the value of x corresponding to the point or points on the graph of f located at a height of 5 units above the x-axis. Question on the we have to find the values of x corresponding to the points on the graph f. Graph in the it is located at a height of 5 units above the x-axis. x-axis in a mogalileke above the 5 x-axis ആണ്. മുകളിലേക്ക് 5 യൂണിറ്റ്സ് ഡിസ്റ്റൻസിൽ ഗ്രാഫ് നിൽക്കുന്ന രീതിയിലുള്ള എക്സ് വാല്യൂസ് ഏതെല്ലാമാണ്? y ആക്സിസിന്റെ എക്സ് ആക്സിന്റെ മുകളിലേക്ക് ഗ്രാഫ് നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ടാണ് നമ്മൾ നോക്കേണ്ടത്. 5 ഡിസ്റ്റൻസിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വൈയുടെ ഈ കാണുന്ന ഹൈറ്റ് 5 ആയിരിക്കണം. ഇത് 5 ആവുന്ന രീതിയിൽ ഗ്രാഫിൽ 2 പോയിന്റ്സ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. y 5 ആവുന്ന രീതിയിൽ x = 4 ആവുന്ന സമയത്ത് y 5 ആണ്, x = 6 ആവുന്ന സമയത്തും y 5 ആണ്. So the corresponding values of x are x = 4 and x = 6. x = 4 ആവുമ്പോൾ ഈ ഹൈറ്റ് 5 ആണ്, x = 6 ആവുമ്പോഴും ഈ ഹൈറ്റ് 5 ആണ്. So the x values are x = 4, 6. ഇവിടുത്തെ ഗ്രാഫ് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. Now next problem is find the point on the x-axis at which the graph of f crosses it. ഗ്രാഫ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന എക്സ് പോയിന്റ് ഏതാണ്? ഏതാ വരുന്നത്? x =
Anybody? 0 2 അല്ലേ മാം? X equal to 2 ആണ് വരിക. എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കോ 0 എന്ന് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് y ആക്സിസിനെയാണ് കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് x equal to 2 ആണ്. So here the value of x is find the point on the x axis എന്നല്ലേ പറഞ്ഞത്. It's x equal to 2. And what is f of x at this point? X equal to 2 ആവുന്ന സമയത്ത് f of x ന്റെ വാല്യൂ അത് പറഞ്ഞതായിരുന്നു നേരത്തെ പറഞ്ഞ ആൻസർ. It's equal to 0. X equal to 2 ആവുന്ന സമയത്ത് f of x എന്ന് പറയുന്നത് y ഹൈറ്റ് ഇല്ല. That's equal to x equal y equal to 0. f of x equal to 0. And finally you have to write the domain and range of f. എഴുതി വെച്ചോളൂ എന്താണ് ഡൊമെയിൻ വരിക എന്താണ് റേഞ്ച് വരിക. What will be the domain and range of the function? ജംഷീർ പറയാമോ ഡൊമെയിൻ എന്താന്നുള്ളത്? ജംഷീർ -1 9 കറക്റ്റ് ആണ്. ക്ലോസ്ഡ് ഇന്റർവെൽ -1, 9 അതാണ് ഡൊമെയിൻ വരുന്നത്. കാരണം ഈ ഫംഗ്ഷൻ നമ്മൾ ഗ്രാഫ് നോക്കിയാൽ അറിയാം -1 മുതൽ 9 വരെയാണ് ഇത് വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഡൊമെയിൻ -1, 9 ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ. ആൻഡ് വാട്ട് ഇസ് ദ റേഞ്ച്? ആൻസിയ പറയാമോ റേഞ്ച് എന്താ വരാന്ന്? ആൻസിയ ആളില്ലേ? കാണുന്നുണ്ടല്ലോ. ആൻസിയ ഓക്കെ. സ്നിജ പറയൂ. പറഞ്ഞോളൂ. വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ? -2 to 6 ആണോ? -2 to 6. കാരണം ഈ ഗ്രാഫ് ഇവിടെ നെഗറ്റീവ് ആണ്, അത് -2 ആണ്. -2 മുതൽ 6 വരെയാണ് ഈ ഗ്രാഫിന്റെ y ആക്സിസിൽ നിൽക്കുന്നത്. സോ ഇറ്റ് ഇസ് -2, 6. ദാറ്റ് ഇസ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് നോക്കിയിട്ട് എക്സ് വാല്യൂ തന്നാൽ നമുക്ക് കറസ്പോണ്ടിങ് y വാല്യൂ എഴുതാം. അതായത് f of x ന്റെ വാല്യൂ എഴുതാം. f of x തന്നിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് x വാല്യൂ എഴുതാം. ഫംഗ്ഷന്റെ ഡൊമെയിൻ എഴുതാം, റേഞ്ച് എഴുതാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. Now we have another type of questions here. The question is, determine whether the point lies on the graph of the function. Determine whether the point lies on the graph of the function. ഇവിടെ നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ഗ്രാഫ് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാണുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ വരച്ചാൽ ആ ഗ്രാഫിൽ 3, 3 എന്ന പോയിന്റ് ഉണ്ടാകുമോ എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് x equal to 3 കൊടുത്തു കഴിഞ്ഞാൽ y equal to 3 കിട്ടുമോ എന്നാണ് മറ്റൊരു രീതിയിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഫംഗ്ഷനിൽ എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ y വാല്യൂ 3 ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. y വാല്യൂ 3 ആണ് എങ്കിൽ 3, 3 എന്ന പോയിന്റ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫിൽ ഉണ്ടാകും. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ x equal to f of x എന്താണ് വരുന്നത്, f of 3 എന്താണ് വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. So here f of x equal to x plus 1 by square root of x square plus 7 plus 2. So what will be f of 3? It is equal to 3 plus 1 divided by square root of 3 square is 9. 9 plus 7 plus 2. That is 4 divided by 9 plus 7 is 16. Square root of 16 is 4 plus 2. That's equal to 1 plus 2. That's equal to 3. So we can conclude that when x equal to 3, comma, f of x equal to 3 itself. Therefore, the point 3, 3 lies on the graph of f. So, ഒരു പോയിന്റ് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിൽ ഉൾപ്പെടുന്ന പോയിന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം പോയിന്റ് xy എന്ന പോയിന്റ് ആണെങ്കിൽ when x equal to the particular point, whether the corresponding point of y is this എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. Similar problem is here. P of -3 minus 1 by 13. Whether it lies in the graph of this function f of t equal to mod t plus 1 by tq plus 2. ചെയ്ത് നോക്കിക്കോളൂ. ഇത് എഴുതി കഴിഞ്ഞവരെ ഇത് ചെയ്ത് നോക്കുക പ്രോബ്ലം. എക്സിന് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കറസ്പോണ്ടിങ് f of t എന്താണെന്ന് കണ്ടുപിടിക്കാം. അതായത് യു ഹാവ് ടു ഫൈൻഡ് f of -3.
So f of -3 is -3 + 1. എത്ര ആൻസർ വരുന്നത് ഫൈനല്? 2 by -25 ആ കിട്ടിയത്. -2 by 25. 2 by Okay. -25. So -3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ് +2 that is modulus of -27 അല്ലേ വരാ? -27 + 2 അല്ലേ? ഓക്കെ ശരിയാണ്. So it is modulus of -2 divided by -25 എന്ന് വരും അല്ലേ? So mod -2 is 2 by -2 by 25 is the answer. So it is not equal to -1 by 13. Therefore, this point doesn't lies on the graph of this function. I'm going to conclude here. Therefore, the point doesn't lies on the graph of the function. Find the domain and sketch the graph of the function. And what is its range? ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. Find the domain and sketch the graph of the function. What is its range? ഓരോ പ്രോബ്ലം ആയിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലത്തിൽ f of x equal to -2x + 1. സോ അത് നമുക്ക് ഡൊമെയിൻ കണ്ടുപിടിക്കാം. ഈ ഫംഗ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഡിനോമിനേറ്റർ ഇല്ല, അതിൽ സ്ക്വയർ റൂട്ട് ഒന്നും വരുന്നില്ല, പ്രോബ്ലമുള്ള അങ്ങനെ ഫംഗ്ഷൻ ഒന്നല്ല. ഇറ്റ്സ് ഓൺലി എ പോളിനോമിയൽ ഫംഗ്ഷൻ, ആൾജിബ്രൈക് ഫംഗ്ഷൻ ആണ്, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എക്സിന് ഏത് വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് f of x എന്നൊരു റിയൽ നമ്പർ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ലഭിക്കും, എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും. സോ ഹിയർ ദ ഡൊമെയിൻ ഇസ് ക്ലിയർലി -∞ to ∞. സോ ആദ്യം എഴുതി വയ്ക്കാം. പ്രോബ്ലം 31 f of x equal to -2x + 1. Here the domain equal to open interval -∞. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് സ്കെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറച്ച് പോയിന്റ്സ് XY പോയിന്റ്സ് വേണം. എക്സിന് പർട്ടിക്കുലർ വാല്യൂ എടുത്താൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് f of x അല്ലെങ്കിൽ y എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു ആദ്യം. സോ y ആണ് ഇവിടെ f of x എന്നുള്ള നമ്മൾ ഉദ്ദേശിച്ചത്. സോ എക്സിന് -∞ മുതൽ ∞ വരെ വാല്യൂസ് കൊടുക്കേണ്ടത് കൊണ്ട് നമുക്ക് 0-ൽ നിന്ന് തുടങ്ങിയിട്ട് അതിന്റെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും കുറച്ച് പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് 0 ആവുന്ന സമയത്ത് y വാല്യൂ വരുന്നത് 1 ആണ്, കാരണം -2 × 0 is 0 + 1 is 1. ഓക്കെ, എക്സ് 1 കൊടുക്കുന്ന സമയത്ത് -2 + 1 -1 എന്ന് വരും. അങ്ങനെ കുറച്ച് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. എക്സ് 2 ആവുന്ന സമയത്ത് -4 + 1 ദാറ്റ് ഈസ് -3 എന്ന് വന്നു. എക്സ് -1 ആണെങ്കിൽ -2 × -1 is +2 +2 + 1 is 3. Then x -2 ആണെങ്കിൽ +4 + 1 is 5 etc. ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ഗ്രാഫിന്റെ ഏകദേശം കുറച്ചൊരു പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഭാഗം നമുക്ക് ഓർത്ത് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് XY ആക്സിസ് വരയ്ക്കുക. ആക്സിസിൽ ഈ കാണുന്ന പോയിന്റ്സ് എല്ലാം തന്നെ മാർക്ക് ചെയ്യുക. ഹിയർ ഇറ്റ് ഈസ് 0 1 ഇവിടെ 5 വരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. 2 3 4 5 ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം എക്സ് 0 ആവുന്ന സമയത്ത് നമുക്കറിയാം y വാല്യൂ 1 ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് 1. ആക്ച്വലി എക്സ് നമുക്ക് -2 വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ, y വാല്യൂ ആയിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ 1 2 3 4 5 വരെ y ആക്സിസിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 1 2 4 5 എന്ന് പറഞ്ഞ് y ആക്സിസിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഈ കറസ്പോണ്ടിങ് പോയിന്റ്സ് എല്ലാം തന്നെ അടയാളപ്പെടുത്താം. എക്സ് 0 ആവുന്ന സമയത്ത് y വാല്യൂ 1 ആണ്. Then x 1 ആവുന്ന സമയത്ത് y വാല്യൂ -1 ആണ്. സോ ദിസ് ഇസ് -1 -2 etc. ഈ കാണുന്ന പോയിന്റ്സ് എല്ലാം തന്നെ മാർക്ക് ചെയ്യാം. എക്സ് 2 ആവുന്ന സമയത്ത് y വാല്യൂ -3 ആണ് വരുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് -3. എക്സ് 3 ആകുമ്പം ഇവിടെ -3 എന്ന് പറഞ്ഞ് ഈ പോയിന്റ് വരും. സോ നിങ്ങൾ വൃത്തിക്ക് എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതുപോലെ ഒരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ടാവും വരച്ചപ്പോൾ. നേരിട്ട് നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാവുന്ന ഗ്രാഫാണിത്, എന്നാലും അതൊരു ആർക്ക് ഫോമിൽ വരുന്നതുകൊണ്ട് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. f of x equal to x²/2. അതിന്റെ റേഞ്ച് കാണണ്ടേ? റേഞ്ച് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ? വാട്ട്സ് ദ റേഞ്ച് എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും റേഞ്ച് വരിക, ആ വരച്ച ഗ്രാഫിന്റെ റേഞ്ച് എന്തായിരിക്കും വരിക? y ഏത് തൊട്ട് ഏത് വരെ മൂവ് ചെയ്യും ശരിക്കും? 5 to -3 ആണോ? നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൊടുത്ത എക്സ് വാല്യൂസ് നമ്മൾ ഗ്രാഫിന്റെ ഒരു ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഡൊമെയിൻ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, -∞ ആയിരുന്നു നമ്മളുടെ ഡൊമെയിൻ. നമ്മൾ റേഞ്ച് കാണാൻ വേണ്ടി ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമെയിൻ -∞ ആയതുകൊണ്ട് അല്ലെ, നിങ്ങൾ വരച്ച ഗ്രാഫ് പ്രകാരം
റേഞ്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സിന്റെ വാല്യൂ ഇങ്ങോട്ടാണ് പോകുന്നത്. എക്സിന്റെ വാല്യൂ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോണതിനനുസരിച്ച് വൈ വാല്യൂ എങ്ങോട്ടാ പോണത്? വൈ വാല്യൂ താഴേക്കാണ് പോണത് അല്ലെ. വൈ എന്ന് പറഞ്ഞ ഈ കാണുന്ന ഹൈറ്റിലെ വൈ വാല്യൂ ഇങ്ങനെ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എക്സിന്റെ വാല്യൂ നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് വൈ വാല്യൂന് എന്താ സംഭവിക്കുന്നത്? അത് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ വൈ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. എക്സ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ വൈ വാല്യൂ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ ആ ഗ്രാഫ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ആകെ നോക്കേണ്ടത് ഈ ഫംഗ്ഷന്റെ വാല്യൂസ് വരുന്ന സമയത്ത് അത് ഏത് തൊട്ട് ഏത് വരെ പോകുന്നു എന്ന് മാത്രമാണ്. സോ ഹിയർ റേഞ്ച് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ചെറിയ വാല്യൂ ആദ്യം എഴുതുന്നതാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ്. അതുകൊണ്ട് നമുക്ക് റേഞ്ച് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് എഴുതാം. സോ -2x+1 എന്ന ഫംഗ്ഷന്റെ റേഞ്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ ഒന്ന് പെട്ടെന്ന് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്തു നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 32th പ്രോബ്ലം ആണ്. x²/2 + 1. കുറച്ച് വാല്യൂസ് എക്സ് വൈ വാല്യൂസ് കൊടുക്കുക. അത് ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ മുകളിൽ പ്ലോട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രോബ്ലംസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ആ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ വരുന്നു എന്ന് മാത്രം ഒന്ന് കാണിക്കാം. x²/2 + 1 ആയിരുന്നില്ലേ? നിങ്ങൾ വരച്ചു നോക്കുക. ഇത്തരത്തിലുള്ള ഒരു ഗ്രാഫ് ആയിട്ടായിരിക്കും ആൻസർ കിട്ടുന്നത്. അതിൽ എക്സിന് നിങ്ങൾ 1 കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് വൈ വാല്യൂ 1.5 എന്നായിരിക്കും വൈ വാല്യൂ വരുന്നത്. അങ്ങനെ കുറച്ച് വാല്യൂസ് വാല്യൂറ്റ് ചെയ്യുക. x = 0 ആവുന്ന സമയത്ത് വൈ വാല്യൂ വരുന്നത് 1 ആണ്. ദെൻ x = 2 ആവുന്ന സമയത്ത് വൈ വാല്യൂ 3 ആണ് വരുന്നത്. അങ്ങനെ കുറച്ച് വാല്യൂസ് മാത്രം പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. സോ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ ഡൊമെയിൻ വരുന്നത് -∞ to ഇൻഫിനിറ്റി ആണ്. റേഞ്ച് വരുന്നത് നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് എങ്ങനെ തിരിച്ചറിയാൻ നോക്കാം. ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ലൈനിലാണ്. അതായത് y = 1 മുതലാണ് റേഞ്ച് വരുന്നുള്ളൂ. 1 to ഇൻഫിനിറ്റി ഫോമിലാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മളത് ഗ്രാഫ് വരച്ചിട്ട് തന്നെ അത് തിരിച്ചറിയണം എന്നില്ല. അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കിയാൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x²/2 + 1 ആണ്. അതായത് ഡൊമെയിൻ നമുക്കറിയാം ഇത് വരുന്നത് -∞ to ഇൻഫിനിറ്റി ആണ് ഡൊമെയിൻ വരുന്നത്. ഇതെല്ലാം കൊടുക്കാവുന്ന വാല്യൂസ് നിങ്ങൾ കൊടുത്തു നോക്കാം. -∞ എന്ന് പറയുമ്പോൾ എക്സിന് നെഗറ്റീവ് വാല്യൂസ് കൊടുത്തു എന്ന് വിചാരിക്കാം. നെഗറ്റീവ് വാല്യൂസ് കൊടുത്താലും അതിന്റെ സ്ക്വയർ എടുത്തിട്ടാണ് /2 ചെയ്ത് +1 ചെയ്തത്. ആൻസർ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ മൈനസ് വാല്യൂസ് എത്ര കൊടുത്താലും ആൻസർ പോസിറ്റീവേ കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുന്നത് പോസിറ്റീവില് എപ്പോഴാണ് മിനിമം വാല്യൂ വരുന്നത്. സോ -∞ കൊടുക്കുന്നതിനനുസരിച്ച് പോസിറ്റീവ് വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 ആയിട്ട് മാറുന്നു. ഓക്കെ, ദെൻ +∞ പോകുന്നതിനനുസരിച്ച് വീണ്ടും പോസിറ്റീവ് വാല്യൂസ് വലിയ വലിയ വാല്യൂസ് വരുന്നു. സോ ഈ കാണുന്ന റേഞ്ച് നമ്മൾ എഴുതുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ലാണ്, എൻഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റി വരെ പോവാം. സോ ഹിയർ ദ റേഞ്ച് ഈക്വൽ ടു 1 ∞. അപ്പൊ നിങ്ങൾ ഗ്രാഫ് വൃത്തിക്ക് വരച്ച് വെച്ചോളാം. പിന്നെ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നോക്കി ചെയ്യാം. g of x = √(x - 1) എന്നുള്ള അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. f of x = mod x - 1 എന്നൊരു ഫംഗ്ഷൻ കാണുന്നുണ്ട്. അത് വേണമെങ്കിൽ ചെയ്തോളൂ. f of x = mod x - 1. x y വാല്യൂസ് ആദ്യം ഡൊമെയിൻ എന്താണെന്ന് പറയൂ. വാട്ട് ഈസ് ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? എക്സിന് എന്തെല്ലാം വാല്യൂസ് ഇവിടെ നമുക്ക് കൊടുക്കാം? എക്സിന് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാൻ പറ്റുമോ, 0 കൊടുക്കാൻ പറ്റുമോ, പ്ലസ് വാല്യൂസ് കൊടുക്കാൻ പറ്റുമോ എന്ന് മാത്രമേ നോക്കാനുള്ളൂ. എക്സിന് നമുക്ക് നെഗറ്റീവ് കൊടുത്താലും പ്രശ്നമില്ല, 0 കൊടുത്താലും പ്രശ്നമില്ല, പ്ലസ് കൊടുത്താലും പ്രശ്നമില്ല. സോ ഡൊമെയിൻ ഇസ് -∞ to +∞. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ മുമ്പ് ചെയ്ത മാതിരി കുറച്ച് എക്സ് വൈ വാല്യൂസ് കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കാം, ഗ്രാഫ് വരയ്ക്കാം. 0 കൊടുത്തു നോക്കാം ആദ്യം. എക്സ് 0 ആണെങ്കിൽ y -1 ആണ്. എക്സ് 1 ആണെങ്കിൽ mod 1 is 1, 1 - 1 ചെയ്താൽ 0 കിട്ടും. എക്സ് 2 ആണെങ്കിൽ 2 - 1 1 ലഭിക്കും. 3 ആണെങ്കിൽ 2 ലഭിക്കും, എക്സെട്ര. ഇനി -1 ആണെങ്കിലോ mod -1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 - 1 0 ലഭിക്കും. -2 കൊടുത്താൽ mod -2 is 2 itself. 2 - 1 is 1. -3 കൊടുത്താൽ 2, എക്സെട്ര. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ. എക്സ് വൈ ആക്സിസ് വരയ്ക്കുന്നു. പോയിന്റ്സ് ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. എക്സ് വാല്യൂസ് 0, 1, 2, 3, -1, -2, -3 ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നു. വൈ വാല്യൂസ് ഇതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. വൈ വാല്യൂസ് നമുക്ക് 2 വരെയൊക്കെ ആവശ്യമുള്ളൂ. സോ ഇറ്റ് ഈസ് 1, 2, 3, -1, -2, -3. അതിനുശേഷം പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 0ക്ക് കറസ്പോണ്ടിങ് ആയുള്ള പോയിന്റ് -1 ആണ്. അപ്പോൾ ആ പോയിന്റ് മാർക്ക് ചെയ്തു. 0, -1.
എക്സ് 1 ആവുന്ന സമയത്ത് y 0 ആണ്, അതായത് 1 0 എന്ന് പറയുന്ന പോയിന്റ്. ഇനി 2 1 എന്ന് പറഞ്ഞ പോയിന്റ് വേണം. എക്സ് 2 ആകുമ്പോൾ y 1 ആണ്. സോ ഹിയർ ദിസ് ഇസ് ദ പോയിന്റ്. എക്സ് 3 ആകുമ്പോൾ y 2 ആണ്. അതുപോലെ നെഗറ്റീവ് വാല്യൂസ് മാർക്ക് ചെയ്യുക. എക്സ് -1 ആകുമ്പോഴും y വാല്യൂ 1 തന്നെയാണ്. എക്സ് -2 ആകുമ്പോൾ എക്സ് -1 ആകുമ്പോൾ y വാല്യൂ 0 ആണ്. എക്സ് -2 ആകുമ്പോൾ y വാല്യൂ 1 ആണ്. -3 ആകുമ്പോൾ y വാല്യൂ 2 ആണ്. ഈ പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ലൈന് വരച്ച് നോക്കാം. സോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് -1. സോ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഈ സൈഡിലേക്ക് പോകും. ഇവിടുന്ന് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ടും പോകും. ഇത്തരത്തിലായിരിക്കും f(x) = mod x -1 എന്ന ഗ്രാഫിന്റെ ഫംഗ്ഷൻ നിൽക്കുന്നത്. വാട്ട്സ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ? വാട്ട്സ് ദ റേഞ്ച് ഓഫ് ദ -1 to infinity അല്ലേ? -1 to infinity ആണ് മാം. It is correct. Range equal to closed interval -1 open infinity. So this is the range of the function. ഈ closed open ഒന്നും മാറിപ്പോകരുത്. ഇൻഫിനിറ്റി -infinity എഴുതുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഓപ്പൺ ഇന്റർവൽ ഇടാൻ പാടുള്ളൂ. മറ്റേ -1 ഉൾപ്പെടുന്നുണ്ട്, അതുകൊണ്ട് -1 ചേർത്തു. ക്ലോസ്ഡ് ഇന്റർവൽ എഴുതി. സോ ദിസ് ഇസ് എ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഏകദേശം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഗ്രാഫ് വരയ്ക്കല്. Then g(x) = √(x - 1), h(x) = √(x² - 1). അത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കാം. രണ്ടിനും ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. 36th പ്രോബ്ലം നമുക്കിപ്പോൾ ചെയ്യാം. കുറച്ച് ഡിഫറെന്റ് ആണ്. പ്രോബ്ലം 36. ബാക്കിയുള്ള 2 പ്രോബ്ലം എഴുതിയെടുക്കണേ. f(t) = modulus of t - 1 divided by t - 1. So this is the function. സോ ഈ ഫംഗ്ഷനിൽ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇല്ല, ഡൊമെയിൻ ആദ്യം പറഞ്ഞ് വാട്ട് വിൽ ബി ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ? ടിക്ക് എന്തെല്ലാം വാല്യൂസ് കൊടുക്കാം, എന്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചാൽ മതി. വാട്ട്സ് ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? 1 വരാൻ പാടില്ല, അങ്ങനെയല്ലേ? ഡിനോമിനേറ്റർ അല്ല, ടി 1 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആവും. സോ 1 വരാൻ പാടില്ല, ബാക്കി ഏത് വാല്യൂം വരാം. So we can write -infinity to 1 union 1 infinity. So this is the domain of this function, or in other words, set of all real numbers minus set 1. 1 മാത്രം ഒഴിവാക്കുന്നതാണ് ഇതിന്റെ ഡൊമെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കുമ്പം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ XY വാല്യൂസ് കണ്ടിട്ട് തന്നെ വരച്ചു നോക്കിക്കോളൂ. XY അല്ല, ഇവിടെ ടിയും f(t)യുമാണ്. സോ അങ്ങനെ തന്നെ എഴുതാം നമുക്ക്. t f(t). 1 കൊടുക്കാൻ പാടില്ല, അപ്പൊ 0 കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ആദ്യം 0 കൊടുത്തു നോക്കാം. t 0 ആവുന്ന സമയത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കറസ്പോണ്ടിങ് വാല്യൂ എഴുതാം. എന്ത് വരും? t 0 ആവുമ്പോൾ f(t) എന്ത് വരും? mod -1 by -1 അല്ലേ? -1 വരും. 1 കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് 1 കൊടുക്കണ്ട, പകരം 2 കൊടുത്തു നോക്കാം എന്താ വരുന്നത്. 2 കൊടുക്കുന്ന സമയത്ത് mod 2 - 1 is 1/1 എന്ന് വരും. സോ ഇറ്റ് is 1. 3 കൊടുത്തു കഴിഞ്ഞാൽ 3 - 1 is 2. 2/2. ഓക്കെ, ഇറ്റ് is 1. 4 കൊടുത്തു കഴിഞ്ഞാലും 1, എക്സെട്ര. അങ്ങനെയല്ലേ പോകുന്നത്. ദെൻ -1 -2 ഒക്കെ കൊടുക്കുമ്പോൾ എന്താ വരുന്നത് നോക്കാം. -1 കൊടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് -1 - 1 ഡിവൈഡഡ് ബൈ -1 - 1, അതായത് മോഡ് -2 എന്ന് വരും. ദാറ്റ് ഈസ് 2/-2, ദാറ്റ് ഈസ് -1. -2 കൊടുത്താലും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, ഇറ്റ് ഇസ് -1. -3 കൊടുത്താലും -1, എക്സെട്ര. സോ XY ആക്സിസ് വരച്ചു. അതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഗ്രാഫിൽ x = 1 കൊടുക്കാൻ പാടില്ല എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് 1ന്റെ ഇവിടെ നമ്മൾ ഒരു റൗണ്ട് ഇട്ട് വെച്ചു. ആ പോയിന്റ് പാടില്ല, കൊടുക്കാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിനും നമുക്ക് ഗ്രാഫ് വരയ്ക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ചെയ്യണം? t = 0 ആവുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ -1 ആണ്. സോ ഇവിടെ -1 മാർക്ക് ചെയ്യാം. സോ ഹിയർ ഇറ്റ് ഈസ് +1. എക്സിന്റെ വാല്യൂ 0 ആണെങ്കിലും -1 ആണെങ്കിലും -2 ആണെങ്കിലും എല്ലാം തന്നെ ഫംഗ്ഷന്റെ വാല്യൂ -1 എന്നാണ് വരുന്നത്. സോ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. ഓക്കെ, ഇനി 1ന് ശേഷമുള്ള വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ 2 മുതലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. സോ 2, 3, 4 എക്സെട്ര ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ് വരുന്നത്. സോ 2, 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. 3, 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. സോ 2 മുതൽ റൈറ്റ് സൈഡിലേക്കുള്ള ഗ്രാഫ് ഇത്തരത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. പക്ഷെ നമ്മളത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കാരണം നമുക്കറിയാം നമ്മൾ ഈ ഗ്രാഫിൽ ഡൊമെയിനിൽ ഏത് പോയിന്റ് മാത്രമേ ഒഴിവായിട്ടുള്ളൂ? 1 എന്ന പോയിന്റ് മാത്രമേ ഒഴിവായിട്ടുള്ളൂ. 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല.
1ന്റെ തൊട്ടടുത്തുള്ള നമ്പർ തൊട്ടിട്ട് എന്ത് വാല്യൂ വരുന്നു നമ്മൾ കണ്ടുപിടിക്കണം. 1ന്റെ തൊട്ട് മുമ്പുള്ള വാല്യൂ തൊട്ട് എന്ത് വരും എന്നും കണ്ടുപിടിക്കണം. 1ന് ശേഷമുള്ള ഒരു വാല്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കുക, 1നേക്കാൾ വലിയ ഒരു വാല്യൂ ആണ് നമ്മൾ ടി കൊടുക്കുന്നതെങ്കിൽ അതിനെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ഈ കിട്ടുന്നത് t-1 ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. താഴെയുള്ള t-1ഉം പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ബൈ പോസിറ്റീവ് സെയിം വാല്യൂ ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ വി വിൽ ഗെറ്റ് 1. സോ ഈ 1 കൊടുക്കാൻ പാടില്ല എന്നുള്ളൂ. 1ന്റെ തൊട്ടടുത്ത നമ്പർ തൊട്ട് നമുക്ക് ആൻസർ ശരിക്കും എഫ് ഓഫ് ടിയുടെ വാല്യൂ 1 എന്നാണ് വരുന്നത്. സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ആക്ച്വലി എന്ത് ചെയ്യണം, ഈ ഗ്രാഫ് ഈ x=1 ആവുന്ന പോയിന്റ് തൊട്ട് വരയ്ക്കണം. എന്നിട്ട് ഗ്രാഫിൽ ഈ പോയിന്റ് പെടുന്നില്ല എന്ന് കാണിക്കാൻ ഇവിടെ ഒരു ഹോളോ ആയിട്ടൊരു റൗണ്ട് വരച്ച് വെക്കാം. ഗ്രാഫിൽ ആ പോയിന്റ് പെടുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ആക്ച്വലി നമ്മൾ x=0 ആവുന്ന ഈ പോയിന്റിലല്ല ഹോള് വരച്ച് വെക്കേണ്ടത്. നമ്മൾ ആ പോയിന്റ് ചേർക്കാൻ പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വരച്ചിട്ടുള്ളത്. ആക്ച്വലി ഗ്രാഫിന്റെ ഈ പോയിന്റിൽ നമ്മൾ 0 മാർക്ക് ചെയ്ത് ഒരു O മാർക്ക് ചെയ്തിട്ട് ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാം. ഇതേ കാര്യം തന്നെ നമുക്ക് -1 ആവുന്ന കേസ് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് സൈഡിലേക്ക് 1ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് x പോകുന്ന സമയത്ത് t എന്നത് x അല്ല t ആണ്. ഇവിടെ t 1നേക്കാൾ ചെറിയ ഒരു നമ്പർ ആണെന്ന് വിചാരിക്കാം. സോ ദാറ്റ് നമ്പർ -1 ചെയ്താൽ മുകളിൽ നെഗറ്റീവ് ആവും, താഴെ പോസിറ്റീവ് ആവും. സോ ഹോൾ ക്വാണ്ടിറ്റി -1 എന്നാണ് ലഭിക്കുക. സോ നമ്മളെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആക്ച്വലി ഈ ലൈൻ നമ്മൾ 1 വരെ എക്സ്റ്റെൻഡ് ചെയ്യണം. പക്ഷെ 1 ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു O മാർക്ക് ചെയ്ത് വെക്കും. So this is the graph of the function. And can you say what is the range of this function? -1 and 1. -1 and 1. Okay, it is correct. Here range പറഞ്ഞ സമയത്ത് നമുക്ക് പെട്ടെന്ന് തോന്നുക -1 to 1 വരെ ഉണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. -1നും 1നും ഇടയ്ക്കുള്ള ഭാഗങ്ങൾ ഒന്നും തന്നെ റേഞ്ചിലില്ല. അപ്പൊ റേഞ്ച് നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു സെറ്റ് ആയിട്ട് വേണം നൊട്ടേഷൻ എഴുതാൻ. സെറ്റ് -1 1 ഈ 2 പോയിന്റ്സ് മാത്രമേ റേഞ്ചിൽ ഉള്ളൂ. Another one, f of x equal to -x -1 if x less than -1, 0 if -1 less than or equal to x less than or equal to 1, and x plus 1 if x greater than 1. അതിന് ആ ഫംഗ്ഷനെയും ഇപ്പൊ പറഞ്ഞ 38 പ്രോബ്ലം അല്ലേ, അത് വേണേൽ നമുക്കൊന്ന് ഇപ്പൊ ചെയ്യാം. അതിന്റെ ഡൊമെയിൻ എന്ത് വരുന്നു പെട്ടെന്ന് പറഞ്ഞോളൂ. ഡൊമെയിൻ, വാട്ട് ഇസ് ദ ഡൊമെയിൻ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ? എനിബഡി? -1 to 1. ഒന്നും കൂടെ നല്ലോണം നോക്കിയിട്ട് പറഞ്ഞേ. x -1നേക്കാൾ ചെറുതാവുന്ന ഭാഗവും പറയുന്നില്ലേ? -∞ to ∞ അല്ലേ? ഇറ്റ് ഈസ് -∞ to ∞. കാരണം x ലെസ് ദാൻ -1 ആണെങ്കിൽ -x -1 ആണ്. x ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ x plus 1 ആണെന്ന് എല്ലാം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. Therefore the domain is -∞ to ∞. ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ x -1നേക്കാൾ ചെറുതാവുന്ന സമയത്ത് നമ്മൾ വരയ്ക്കേണ്ട ഗ്രാഫ് y = -x -1 എന്ന ഗ്രാഫാണ്. സോ അതിനുവേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ആദ്യം ഒരു ടേബിൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഗ്രാഫ് -1ന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോർഷൻ വരുന്ന ഗ്രാഫ് ആദ്യം വരയ്ക്കാം. അല്ലെ, x ലെസ് ദാൻ -1 ആണെങ്കിലാണ് ഈ കാണുന്ന -x -1 എന്നുള്ള ഫംഗ്ഷൻ ഉള്ളത്. സോ -2 തൊട്ട് നമുക്ക് കൊടുത്തു നോക്കാം. x -2 ആവുകയാണെങ്കിൽ y-യുടെ വാല്യൂ വരുന്നത് -2, അതായത് +2 -1, that is 1. x -3 ആവുന്ന സമയത്ത് -3 is +3 -1 2. ഈ 2 പോയിന്റ്സ് മതി ഗ്രാഫ് വരയ്ക്കാൻ. സോ x -2 ആവുകയാണെങ്കിൽ y-യുടെ വാല്യൂ വരുന്നത് y-യുടെ വാല്യൂ 1 ആണ് വരുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് 1. x -2 ആവുമ്പോൾ y വാല്യൂ 1. x -3 ആവുന്ന സമയത്ത് y വാല്യൂ വരുന്നത് 2 ആണ്. ഈ 2 പോയിന്റ് കിട്ടിയാൽ തന്നെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു പാർട്ട് x ലെസ് ദാൻ -1 ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്രാഫാണ് വരുന്നത്. അത് ഈ ഗ്രാഫ് നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കാൻ പറ്റില്ല. -1 എത്തുന്ന പോയിന്റ് വരെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ആ പോയിന്റ് വരെ വരച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു O സിമ്പിൾ ഇട്ട് വെക്കുക. ആ പോയിന്റ് ഉൾപ്പെടുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു O സിമ്പിൾ ഇട്ട് വെക്കുക. ആക്ച്വലി അത് -1ലൂടെ കട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷെ അത് അവിടെ നമുക്ക് ആ പോയിന്റ് നമ്മൾ ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം x 0 ആവുന്ന സമയത്ത് x -1നും 1നും ഇടയ്ക്കുള്ള സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ 0 എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ശരിയാവുകയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കാവുന്നതേ ഉള്ളൂ. സോ x -1നും 1നും ഇടയ്ക്കുള്ള പോർഷനിൽ ഇതാണ് -1 0 1 എന്ന് പറഞ്ഞ പോർഷൻ. ഈ പോർഷന്റെ ഇടയ്ക്ക് മുഴുവൻ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അതായത് ഇവിടെ -1ന് വന്ന് മുട്ടിയിട്ട് ഈ ഗ്രാഫ് കടന്നു പോകുന്നത് ആക്ച്വലി ഞാൻ വേറെ കളർ കൊണ്ട് വരയ്ക്കാം. -1 മുതൽ 1 വരെ ഈ പാർട്ടിൽ 0ലൂടെയാണ് ഈ ഗ്രാഫ് കടന്നു പോകുന്നത്. സോ ദിസ് ഇസ് ദ ഗ്രാഫ്.
അപ്പൊ നമ്മൾ ഇവിടെ ഇട്ട 0 ആയിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് നമുക്ക് ഒഴിവാക്കാം. കാരണം ഈ ഗ്രാഫ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ഗ്രാഫ് വന്ന് മുട്ടുന്നത് ഇവിടെ 0ലാണ്. സോ 0 -1 മുതൽ 1 വരെ 0 ആണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ x+1 ആണ്. സോ അതിനുവേണ്ടി നമ്മൾ മറ്റൊരു ടേബിൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കാം. എക്സ് വൈ എക്സ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് 2, 3, 4 എക്സെട്ര അങ്ങനെ കൊടുത്തു നോക്കാം. എക്സ് 2 ആവുന്ന സമയത്ത് 2 + 1 ദാറ്റ് ഈസ് 3. എക്സ് 3 ആവുന്ന സമയത്ത് 3 + 1 ദാറ്റ് ഈസ് 4. അങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. സോ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുക എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് 2. എക്സിന് 2 എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ വരുന്നത് 3 ആണ്. സോ 3 മാർക്ക് ചെയ്യുക. എക്സ് 3 ആവുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ വരുന്നത് 4 ആണ്. അത് മാർക്ക് ചെയ്യുക. സോ അതിനെ വരച്ചിരിക്കുന്ന പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് x = 1ന്റെ തൊട്ട് മുകളിൽ, അതായത് ഈ 1ൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ് വരയെ വരയ്ക്കാൻ പാടുള്ളൂ. സോ ആക്ച്വലി ഈ ഒരു പോയിന്റ് ഇവിടെ ഉൾപ്പെടുന്നില്ല. സോ അവിടെ ഒരു O മാർക്ക് ഇട്ട് വയ്ക്കും. സോ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. റേഞ്ച് കണ്ടുപിടിക്കാനാണെങ്കിൽ y വാല്യൂ മിനിമം വരുന്നത് 0 ആണ്. ദെൻ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. So here the range of the function equal to 0, close to 0, close to 0, infinity. ഈ -1 അതിൽ പെടുണ്ടോ? ഈ പോയിന്റ് അല്ലേ പറഞ്ഞത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഈ ലെഫ്റ്റിൽ ഈ ഗ്രാഫ് വരച്ചപ്പോ നമുക്ക് മനസ്സിലായിട്ടില്ല. x <(-1) ആവുമ്പോൾ -x -1 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഈ ഗ്രാഫ് നീട്ടി വരച്ചിട്ട് -1 ആവുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ആദ്യം ഹോൾ ഇട്ടത്. അതിനുശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് -1 = -1 ആവുന്ന സമയത്ത് എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്? 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പോയിന്റ് രണ്ടാമത്തെ ഈ പറഞ്ഞ കാര്യം പ്രകാരം ഈ പോയിന്റ് ഉൾപ്പെട്ടു. അപ്പൊ ഞാൻ ഈ ഗ്രാഫ് നീട്ടി വരച്ചപ്പം ആക്ച്വലി ഈ പോയിന്റിൽ വന്ന് മുട്ടി പോവുമായിരുന്നു അത്. പക്ഷെ എനിക്ക് ഇത് വരയ്ക്കുമ്പോൾ ഇതിവിടെ ചെന്നിട്ട് മീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ അടുത്ത ഈ കാണുന്ന ബ്രാഞ്ച് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി x = -1 ആവുന്ന സമയത്ത് വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് വരച്ചു? മുമ്പിട്ട ഹോള് ഞാൻ മായ്ച്ചിട്ട് ആ പോയിന്റ് കൂടെ ചേർത്തു. പക്ഷെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഇതേപോലെ നോക്കുന്ന സമയത്ത് x = 1 ആവുന്ന സമയത്ത് 0 ആണ്. 0 ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? x = ഈ 0 ആവുന്ന പോയിന്റിൽ കട്ടിക്കുള്ള ഒരു റൗണ്ട് ഇങ്ങനെ ഇട്ട് വെക്കാം. ഹോൾ ഇല്ലാത്ത ഒരു ലൈന് നമുക്ക് ഇട്ട് വെക്കാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഫംഗ്ഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് 0ൽ ടച്ച് ചെയ്തു. 0ന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടം വരെ വന്നു. ഈ പോയിന്റും കൂടെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ഈ പോയിന്റിൽ x = 1 ആവുന്ന സമയത്ത് ഗ്രാഫിന്റെ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് ഇവിടെയാണ് പോർഷൻ വരുന്നത്. അതിൽ ഈ പോയിന്റ് ഉൾപ്പെടുന്നില്ല. അതായത് x = 1 ആവുന്ന സമയത്ത് ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. 1ന് ശേഷം വരുന്നത് അറിയണമെങ്കിൽ ഈ കാണുന്ന ഹൈറ്റുകളാണ് വരിക. അടുത്തത് ഞാൻ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ പിന്നീട് വരച്ചാൽ മതി. ഞാൻ ജസ്റ്റ് അത് എങ്ങനെ ചെയ്യാന്ന് മാത്രം പറയാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. യൂസ് ദ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ടു ഡിറ്റർമിൻ വെദർ ദ കർവ് ഇസ് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ചെയ്യാന്ന്. വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നിരിക്കുന്ന ഒരു ഗ്രാഫ് ഒരു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫംഗ്ഷന്റെ x ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചു നോക്കുക. വരച്ച പെർപെൻഡിക്കുലർ ആയിട്ടില്ല. പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലൈനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈനെങ്കിലും ഗ്രാഫിന് 2 ഡിഫറെന്റ് പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നോട്ട് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. കാരണം എന്താണ്? എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ 2 ഡിഫറെന്റ് ആയിട്ടുള്ള y വാല്യൂസ് വന്നു. അങ്ങനെ നമുക്ക് ഗ്രാഫിൽ ഫംഗ്ഷനിൽ വരാൻ പാടില്ല. ഫോർ എ ഗിവൺ x there should be exactly 1 y value. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ അല്ല. What about this function? Is it the graph of a function? Second 140. ജസ്റ്റ് ചിത്രം നോക്കിയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയുള്ള ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ അത് ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റ്സിൽ മീറ്റ് ചെയ്യുമോ? ഇല്ല. ഇല്ല. സോ ഇറ്റ് ഇസ് എ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. ആകെ നമുക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാവുന്നത് ഈ ഒരു ലൈനാണ്. ഈ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് ഇതിൽ ഈ പോയിന്റ് ഗ്രാഫിൽ ഉൾപ്പെടുന്നുണ്ട്, ഇത് ഉൾപ്പെടുന്നില്ല എന്ന് നമ്മുടെ ഹോളോ ആയിട്ട് തന്നുകൊണ്ട് നമുക്ക് മനസ്സിലായി. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. വാട്ട് അബൌട്ട് ദിസ് 141? നോട്ട് എ ഗ്രാഫ്. നോട്ട് എ ഗ്രാഫ്. കാരണം ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഏതൊരു വെർട്ടിക്കൽ ലൈൻ ഈ ഗ്രാഫിന്റെ മുകളിൽ എവിടെ വെർട്ടിക്കൽ ലൈൻ വരച്ചാലും അത് ഗ്രാഫിനെ 2 ഡിഫറെന്റ് പോയിന്റ്സിൽ ടച്ച് ചെയ്യും. സോ ദിസ് ഇസ് നോട്ട് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് 142? Is it the graph of a function? Yes or no? Yes. Yes. No. ഞാൻ ഈ ഗ്രാഫിൽ അതാ ഈ ഒരു പോയിന്റിലൂടെ ഇങ്ങോട്ട് വരച്ചു എന്ന് വിചാരിക്കുക. ഗ്രാഫിനെ എത്ര പോയിന്റ്സിൽ കട്ട് ചെയ്തു?
ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിൽ കട്ട് ചെയ്തു. കാരണം ഈ കാണുന്ന കുഞ്ഞു ലൈനിന്റെ ഉള്ളിൽ കറസ്പോണ്ടിങ് ആയുള്ള y values are there, infinitely many real numbers are there. So this is not the graph of a function. ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇതിലൂടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചാൽ ഈ കാണുന്ന പോയിന്റ്സിലെല്ലാം തന്നെ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് നോട്ട് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. അങ്ങനെയാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫിനെ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയും. അത് നിങ്ങൾ പിന്നീട് നോട്ടിലേക്ക് എഴുതിയാൽ മതി ടെക്സ്റ്റ് നോക്കിയിട്ട്. ദെൻ ചെറിയൊരു കാര്യം കൂടെ നമ്മൾ ആ സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു ഗ്രാഫ് കണ്ടിരുന്ന അത് ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും. ഈവൻ ഫംഗ്ഷൻ ആണ് എങ്കിൽ, ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ y ആക്സിസിന്റെ രണ്ട് സൈഡിലും ഒരു മിറർ ഇമേജ് പോലെ ആയിരിക്കണം നമ്മളെ ഫംഗ്ഷൻ നിൽക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഫിഗറിന്റെ മിറർ ഇമേജ് പോലെയാണ് ലെഫ്റ്റ് സൈഡിലേക്ക് നിൽക്കുന്നത്. സോ ദിസ് ഈസ് എ ഈവൻ ഫംഗ്ഷൻ. ഈ കാണുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്, കാരണം ദ ഫംഗ്ഷൻ ഇസ് സിമെട്രിക് അബൌട്ട് ദ y ആക്സിസ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് ഫംഗ്ഷൻ? ആൻഡ് ദിസ് ഇസ് വെദർ ഇറ്റ് ഈസ് ഓഡ് ഫംഗ്ഷൻ. ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണോ? ഓഡ് ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 0 x=0 എന്ന ഒറിജിന് സിമെട്രിക്കൽ ആയിട്ടായിരിക്കണം ഫംഗ്ഷൻ നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ. കാരണം ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ കാണുന്ന ഈ ഒരു പാർട്ടിന്റെ മിറർ ഇമേജ് ആണ് തേർഡ് ക്വാഡ്രന്റില് ഫംഗ്ഷൻ നിൽക്കുന്നത്. അതെങ്ങനെയാ നമ്മൾ അങ്ങനെ ഉറപ്പിക്കുന്നത്? ഹിയർ എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് y വാല്യൂ നിങ്ങൾക്ക് +1 ആണ് ലഭിക്കുന്നത്. x 1 ആകുമ്പോൾ y വരുന്നത് +1 ആണ്. അതേസമയം നമ്മൾ എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ എന്ത് വന്നു? -1 വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായത് f ഓഫ് -1 കൊടുത്തു കഴിഞ്ഞാൽ -f(1) എന്നാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ഏത് പോയിന്റ് എടുത്തു നോക്കിയാലും ഇത് ശരിയാവും. Therefore the function is odd. അപ്പൊ നമുക്ക് ഫിഗർ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഒറിജിന്റെ രണ്ട് സൈഡിലും സിമെട്രിക്കൽ ആയിട്ടാണോ നമ്മളുടെ ഫംഗ്ഷൻ കിടക്കുന്നത്. ഒറിജിനിൽ നോക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ നോക്കുന്നത് ഒറിജിൻ ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചിട്ട് നോക്കിയാൽ മതി. ഈ ഡയഗണലിന്റെ രണ്ട് സൈഡിലും മിറർ ഇമേജ് പോലെയാണ് ഫംഗ്ഷൻ നിൽക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടെ കണ്ടാൽ ക്ലിയർ ആവും. There is some other examples. What about the question in the figure 47? This one, the even ആണോ എന്ന് ആദ്യം പറയൂ. Whether it is an even function? No, കാരണം ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ y ആക്സിസിൽ ഇവിടെയാണ് y ആക്സിസ് ഉള്ളത്. ഇവിടെ ഇങ്ങനെയുണ്ട്, അതിന്റെ മിറർ ഇമേജ് ഇവിടെ എങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ആൻ ഈവൻ ഫംഗ്ഷൻ. ഇത് ഓഡ് ഫംഗ്ഷൻ ആണോ? യെസ്, ഇറ്റ്സ് എൻ ഓഡ് ഫംഗ്ഷൻ. കാരണം ഒറിജിൻ നോക്കി കഴിഞ്ഞാൽ ഒറിജിനിൽ നിങ്ങൾ ഇങ്ങനെ ഡയഗണൽ വരച്ചാൽ ഇതിന്റെ മിറർ ഇമേജ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതിന്റെ മിറർ ഇമേജ് ആണ് ഇവിടെ വരുന്നത്. സോ ഇറ്റ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ. അത് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കണമെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു എക്സ് വാല്യൂ ഇവിടെ എടുക്കാം. സോ ഈ കാണുന്ന എക്സ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഹൈറ്റ് എന്താണോ ഇത് പ്ലസ് ഹൈറ്റ് ആണ് വരുന്നത്. സോ കറസ്പോണ്ടിങ് ഇവിടെ അല്ല എക്സ് എടുക്കേണ്ടത്, ഇവിടെ എക്സ് എടുത്താൽ ഇവിടെ -x എടുക്കണം. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ -xന് കറസ്പോണ്ടിങ് ആയിട്ട് അതേ ഹൈറ്റിന്റെ പോസിറ്റീവ് ആണ്. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. സോ ഇറ്റ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് വൺ 48? ഈസ് ഇറ്റ് ഈവൻ? No. ഈവൻ അല്ല. ഓഡ് ആണോ? അല്ല. ഓടുമല്ല. നമ്മൾ ഈ വരച്ചത് കുറച്ച് മാറിയിട്ട് ഈ ഒറിജിൻ ഇതിലൂടെയാണ് ഇങ്ങനെ കടന്നു പോകുന്നതെങ്കിൽ ഓഡ് ആവുമായിരുന്നു അല്ലെ. പക്ഷെ ദിസ് ഇസ് നോട്ട് ആൻ ഓഡ് ഫംഗ്ഷൻ. സിമെട്രിക്കൽ ആയിട്ടല്ല ഒറിജിനിൽ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഗ്രാഫ് നോക്കിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് തിരിച്ചറിയുന്നത്. നമ്മൾ ആ സെക്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ പറഞ്ഞത് ഗ്രാഫ് നോക്കിയിട്ട് കണ്ടുപിടിക്കലാണ്. അതല്ലാതെ നേരിട്ട് ചെയ്യുന്ന മെത്തേഡ് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ f(-x) കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഈ പ്രോബ്ലം ആണെങ്കിൽ f(x) 1 - 2x² ആണ്. അത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് അറിയണമെങ്കിൽ ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. f(-x) ചെയ്ത് നോക്കാം. സോ 1 - 2 × -x² എന്ന് വരും. എക്സിന്റെ ഭാഗത്ത് നമ്മൾ -x കൊണ്ട് ഫിറ്റ് ചെയ്യാം. സോ ദിസ് ഈക്വൽ ടു 1 - 2 × -x-ന്റെ സ്ക്വയർ +x² തന്നെയാണ്. സോ ഇറ്റ് ഇസ് +x². അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് f(x) തന്നെയാണ്. സോ ദിസ് ഈക്വൽ ടു f(x). Therefore the function is even. ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. 49. ഇതുപോലെ ഏത് പ്രോബ്ലം ആണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. 49 നമ്മൾ ചെയ്തു. ഓക്കെ, ഇതെല്ലാം 50 പ്രോബ്ലംസ് എഴുതിയെടുത്തോളൂ. 50, 51, 53. ആ 3 പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. വാട്ട് അബൌട്ട് ദിസ് വൺ?
f of x equal to 2 into x raised to 1 by 3 minus 3 into x square. So f of minus x എഴുതി നോക്കാം. So this is equal to 2 into minus x raised to 1 by 3 minus 3x ന്റെ സ്ഥലത്ത് minus x square. നമുക്ക് നെഗറ്റീവ് സൈനെ പുറത്തെടുത്ത് വെക്കാം, എന്നാൽ കൺഫ്യൂഷൻ ഒഴിവാക്കാം. എക്സ് റേസ് ടു 1 by 3 ഇൻറ്റു മൈനസ് 1 റേസ് ടു 1 by 3. ഓക്കെ, മൈനസ് 3 ഇൻറ്റു മൈനസ് എക്സിന്റെ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ തന്നെ മൈനസ് 3x സ്ക്വയർ. ഇത് രണ്ടും സെയിം ആവുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് മൈനസ് എക്സ് മൈനസ് 1 റേസ് ടു 1 by 3 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് പ്ലസ് 1 വരുമോ എന്നാണ് അറിയേണ്ടത്. മൈനസ് 1ന്റെ ക്യൂബ് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 1 ചെയ്യുമോ? നമ്മൾ 8 റേസ് ടു 1 by 3 എങ്ങനെ എഴുതാറുള്ളത്? 8 റേസ് ടു 1 by 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 ആണ്. അതായത് 2 ക്യൂബ് ചെയ്താൽ നമുക്ക് 8 ലഭിക്കും. ഓക്കെ, സോ 8 റേസ് ടു 1 by 3 ഒരു 2 ആണ്. ഇവിടെ ചോദ്യം 1 into 1 into 1 ചെയ്താൽ മൈനസ് 1 ലഭിക്കുമോ എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? സോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. മൈനസ് 1 റേസ് ടു 1 by 3 ഒരിക്കലും 1 ആവില്ല. ആൻഡ് ഈസ് ഇറ്റ് മൈനസ് 1? മൈനസ് 1 ശരിയാവോ? മൈനസ് 1 into മൈനസ് 1 ചെയ്താൽ ആൻസർ നമുക്ക് മൈനസ് 1 എന്നാണ് ലഭിക്കുക. സോ മൈനസ് 1 റേസ് ടു 1 by 3 ചെയ്താൽ മൈനസ് 1 എന്ന് നമുക്ക് ആൻസർ എഴുതാം. സോ ദിസ് ഈക്വൽ ടു മൈനസ് 2 എക്സ് റേസ് ടു 1 by 3 മൈനസ് 3x സ്ക്വയർ എന്ന് ലഭിക്കും. പക്ഷേ ഇതിനെ നമുക്ക് മൈനസ് എഫ് ഓഫ് എക്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം മൈനസ് എഫ് ഓഫ് എക്സ് ആണ് എന്ത് ചെയ്യണം? മൈനസ് 2 റേസ് ടു എക്സ് റേസ് ടു 1 by 3 പ്ലസ് 3x സ്ക്വയർ എന്നാവണ്ടേ? മൈനസ് ഓഫ് മൈനസ് ഇവിടെ പ്ലസ് ആയി മാറും. ഹിയർ ഇറ്റ് ഇസ് മൈനസ് ഇറ്റ് സെൽഫ്. സോ ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓൾസോ. Therefore here the function is neither even nor odd. ആ ഫംഗ്ഷൻ ഈവനും അല്ല ഓഡും അല്ല. ആ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്കൊന്ന് വരച്ചു നോക്കാം വേണമെങ്കിൽ. ഇതാണ് ആ ഗ്രാഫ് വരുന്നത്. ആക്ച്വലി വരച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗ്രാഫ്. ഇതിന്റെ താഴത്തെ പാർട്ട് നമ്മൾ കാണാനായിട്ടാണ്, ചിലപ്പോൾ ഷേപ്പ് മാറുന്നുണ്ടാവാം. സോ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം ഇറ്റ് ഇസ് നൈദർ ഈവൻ നോർ ഓഡ്. ഓക്കെ, നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങളെ ജസ്റ്റ് വരച്ച് കാണിച്ചു തന്നെയാണ്. സോ ആ ഫംഗ്ഷൻ ഈവനും അല്ല ഓഡും അല്ല. സോ അതുപോലെ നമുക്ക് എഫ് ഓഫ് മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാണാവുന്നതേ ഉള്ളൂ. സോ 50, 51, 53 അത് മൂന്നും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ആൻഡ് വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് വൺ 54? അതും കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടു നോക്കാം. ദിസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എക്സിന്റെ സ്ക്വയർ എടുത്താൽ എക്സ് സ്ക്വയർ തന്നെയാണ്. ദെൻ മൈനസ് എക്സ് പ്ലസ് 1 വരും. എക്സിന് മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇറ്റ് സെൽഫ് മൈനസ് ഓഫ് മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, സോ ഇത് രണ്ട് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും എഫ് ഓഫ് മൈനസ് എക്സും നോക്കി കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഈ എഫ് ഓഫ് മൈനസ് എക്സിന് എങ്ങനെ എഴുതാം? ഒരു നെഗറ്റീവ് ഞാൻ പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കാം. സോ ഈ കാണുന്ന എക്സ്പ്രഷൻ ആദ്യം എഴുതാം, നെഗറ്റീവ് പുറത്തെടുത്തു. സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. See correct? So it is minus root of x square plus x plus 1, this number, and minus of minus is plus root of x square minus x plus 1. So actually this is the exact function here. So I may write this equal to minus of f of x. Therefore the function f is odd. Function ഒരു odd function ആണ്. x ന് മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കിട്ടുന്ന ആൻസർ എഫ് ഓഫ് എക്സ് തന്നെയാണെങ്കിൽ ഈവൻ ഫംഗ്ഷൻ ആണ്. നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണ്. ഇനി താല്പര്യം തോന്നുന്നവർ ഇതിന് ശേഷമുള്ള പ്രോബ്ലംസ് ഓരോന്നായിട്ട് ടെക്സ്റ്റിൽ ജസ്റ്റ് നോക്കുക, ചെയ്യാൻ നല്ല രസമാണ്. ഈ ഗ്രാഫിലൊന്നും ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ നോക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. ഒരുപാട് പ്രോബ്ലം ഇനിയുണ്ട് ടെക്സ്റ്റിൽ. ഇതിപ്പോൾ ഈ ഗ്രാഫിൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ബാക്കി ഭാഗം വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. -2 മുതൽ 2 വരെ ശരിക്കും ഗ്രാഫ് വരയ്ക്കണം. -2 to 2 വരെ ഉള്ളതിൽ -2 മുതൽ 0 വരെയുള്ള പോർഷൻ ഇവിടെ മിസ്സിംഗ് ആണ്. സോ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. എങ്ങനെ കംപ്ലീറ്റ് ആക്കിയാൽ മതി? ഇതിന്റെ മിറർ ഇമേജ് പോലെ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വരച്ച് ഇങ്ങനെ അവസാനിപ്പിക്കാം. ഓക്കെ, സോ ദിസ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും വരയ്ക്കേണ്ടി വരാം. ഇനി ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ആക്കേണ്ടി വരും? ഇതിന് താഴേക്ക് മിറർ ഇമേജ് വരുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചപ്പോൾ കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയല്ലേ സംതിങ് വരിക? ഞാൻ വരച്ച കറക്റ്റ് ഒന്നല്ല, ശരിക്കും മുകളിൽ അതേ ഷേപ്പ് താഴേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ മിറർ ഇമേജ് പോലെ വരയ്ക്കാൻ, ഒറിജിന് സിമെട്രിക്കൽ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആക്കിയിട്ട് വരയ്ക്കാൻ പറ്റും.
സോ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ആണെങ്കിലും ഓഡ് ആണെങ്കിലും നമുക്ക് ബാക്കി ഭാഗം കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്ന് അർത്ഥം. ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ടെക്സ്റ്റിൽ ഇനിയും ഉണ്ട്. ആ ഭാഗത്തിലൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് കടന്നു പോവാം. ഓക്കെ.